എൻ്റെ പേര് അനീറ്റ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 17-നാണ്. ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്. അതായത് വിദേശ രാജ്യത്തു നിന്ന് മെഡിസിൻ കംപ്ലീറ്റ് ചെയ്ത് വന്ന ഒരു പേഴ്സണാണ്. അപ്പം ഞാൻ ഉടമ്പടിയെ ഞാൻ എങ്ങനെ എൻ്റെ വ്യക്തി ജീവിതത്തെ, എൻ്റെ പേഴ്സണൽ ലൈഫിനെ ഉടമ്പടി ഇൻഫ്ലുവൻസ് ചെയ്തു എന്നും അതിലൂടെ അമ്മ മതം വഴി എനിക്കുണ്ടായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യാനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആക്ച്വലി നവംബറിലാണ് ഉടമ്പടി എടുക്കുന്നതെങ്കിലും എൻ്റെ ഫാമിലിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഉടമ്പടിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എൻ്റെ അമ്മ, എൻ്റെ ആൻറ്റി, അങ്കിൾ, എൻ്റെ സിസ്റ്റർ എല്ലാവരും ഓൾറെഡി ഉടമ്പടിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ യൂണിവേഴ്സിറ്റിയിലായിരുന്ന സമയത്ത് തന്നെ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് അറിയുകയും ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും പ്രേയേഴ്സ് അറ്റൻഡ് ചെയ്യുകയും അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പേഴ്സണായിരുന്നു. അപ്പോൾ ഞാൻ 4th ഇയറിൽ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന സമയത്താണ് ആദ്യമായി എൻ്റെ അമ്മ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതലായി പറഞ്ഞു തരികയും പ്രേയേഴ്സിൽ ഫോഴ്സ്ഫുള്ളി ആണെങ്കിൽ എന്നെ പിടിച്ചിരുന്ന് അറ്റൻഡ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് എനിക്ക് പോകുന്ന സമയത്ത് നേർച്ച വസ്തുക്കൾ തന്നു വിട്ടിരുന്നു, ഒരു കുഞ്ഞു പെൻറ്റൻ മാതാവിൻ്റെ തന്നു വിട്ടിരുന്നു. അപ്പം ഞാൻ ജോർജിയയിൽ പോയിട്ടാണെങ്കിൽ കൂടി ഞാൻ പിന്നെ അതിനുശേഷമുള്ള എല്ലാ എക്സാംസിനും ഞാൻ ഇവിടുത്തെ പ്രേയേഴ്സും പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ പെൻറ്റനും ക്യാരി ചെയ്തിട്ടായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നു. ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നു. പക്ഷേ എൻ്റെ ഗ്രാജുവേഷൻ സമയത്ത് എനിക്ക് നല്ലൊരു GPA തരികയും ഞാനാണെങ്കിൽ ഹോണേഴ്സിൽ അവിടെ പാസ്സാവാനും മാതാവ് ഇടവരുത്തി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും ഒരുപാടായിരുന്നു എനിക്ക് തന്നുകൊണ്ട് ആ സമയത്ത് പോലും അമ്മ ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഓൾസോ ഒരു കുഞ്ഞു നമുക്കറിയാം, അവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ പാരൻസ് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ചെറിയൊരു വിഷമം വരുമ്പോഴും അങ്ങനെ ആരും ഉണ്ടാവില്ല. അപ്പം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റുമെങ്കിലും ബാക്കിയെല്ലാം നമ്മൾ ദൈവത്തിനോടായിരുന്നു പറയുന്നത്, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നതും. അപ്പം വളരെ വിഷമമൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ അമ്മയോട് ഷെയർ ചെയ്യുമ്പോൾ അമ്മയോട് പറയും, നീ പ്രെയർ എടുത്ത് കേൾക്ക്, അച്ഛൻ്റെ ടോക്ക് എടുത്ത് വെച്ച് കേൾക്ക്. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്ന സമയത്ത് ജസ്റ്റ് അത് പ്ലഗ് ചെയ്ത് ഞാനിന്ന് കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കും, പിന്നെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പോകും. എനിക്കത് എങ്ങനെയെന്ന് പറയാൻ അറിയില്ല. പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് എന്തായിരുന്നു എൻ്റെ പ്രോബ്ലം, അതിനുള്ള സൊല്യൂഷൻ ആയിരിക്കും മെസ്സേജ് ഫോർമാറ്റിൽ അവിടെ വന്ന് കിടക്കുന്നത്. അതൊക്കെ അമ്മ എനിക്ക് ആ സമയത്ത് ചെയ്തു തന്നിരുന്ന അനുഗ്രഹങ്ങളായിരുന്നു. ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി ജൂലൈ എൻഡിൽ ഇവിടെ വന്നു. ഓഗസ്റ്റ് തൊട്ട് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ബിക്കോസ് FMG എന്ന് പറഞ്ഞൊരു എക്സാം നമ്മൾക്ക് ഇവിടെ പാസ്സാവേണ്ടതായിട്ടുണ്ട്. അത് വന്നിട്ട് ഇന്ത്യൻ മെഡിക്കൽ ലൈസൻസിങ് എക്സാമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനും ഫ്യൂച്ചറിലോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് വന്നിരുന്നു. ഇവൻ തോ ഞാനത് എഴുതാനൊട്ടും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ബിക്കോസ് ഡിസംബറിലായിരുന്നു, ഞാൻ ജൂലൈയിൽ കഴിഞ്ഞ് വന്നു. ഓഗസ്റ്റ്, സെപ്റ്റംബർ ബെർലി 4 months എനിക്ക് കിട്ടും. അപ്പോൾ എനിക്കത് അത്രയും ഒരു ചെറിയ പീരീഡ് കൊണ്ട് പഠിച്ചെഴുതാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ഇവൻ തോ അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ചുമ്മാ വേസ്റ്റ് ചെയ്യരുത്, അത് നീ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ ഫൈൻ, പ്രാർത്ഥിക്കാം, അതിൻ്റെ കൂടെ ഞാൻ അറ്റൻഡ് ചെയ്യാം, ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം, എഫേർട്ട് ഇടാം, 4 months ഉള്ളൂ, എങ്ങനെയും കഷ്ടപ്പെട്ട് ഞാൻ ഈ എക്സാം ക്ലിയർ ചെയ്യും എന്നൊരു വിശ്വാസത്തിൽ ഞാനിരുന്നു. സ്റ്റാർട്ട് ചെയ്ത് ഒരു വീക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതിൻ്റെ സീരിയസ്നെസ് വളരെയധികം മനസ്സിലായി. ബിക്കോസ് 19 സബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ അടിയിലും സബ് ഡിവിഷൻസ് ഉണ്ട്. അത് പാസ്സാവുമെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. 4-5 തവണകളൊക്കെ എഴുതി പാസ്സാവാൻ പറ്റാതിരിക്കുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്, അവരും ഉണ്ടാവും. കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. എന്ത് വേണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഓരോ ദിവസം കൂടുമ്പോഴും കരഞ്ഞിരിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാം എൻ്റെ അമ്മേനോട് പറഞ്ഞു, നീ പോയി ഉടമ്പടി എടുക്കുക. പക്ഷേ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ 9 o'clock തുടങ്ങുന്ന ക്ലാസ്സാണ്, 10-12 നൈറ്റ് ഉണ്ടാകും, അത്രയും ടൈം വരെ ഇത് ലാസ്റ്റ് ചെയ്ത് പോകും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെയാണ് ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നത്? എനിക്കത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നെക്കൊണ്ടത് പോസിബിൾ ആവില്ല. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഈവൻ ദോ അതെൻ്റെ സിറ്റുവേഷൻ വളരെ വേസ്റ്റ് ആക്കി. ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് കരഞ്ഞു. എനിക്ക് ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ടും വർത്ത്ലെസ് ആയിട്ടും ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്തിനീ കോഴ്സ് എടുത്തു? ഞാൻ എവറി സിംഗിൾ ഡേ ഞാൻ എന്നെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ആ ടൈമിൽ ഞാൻ മാതാവിനോട് കൂടുതലായി സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് എൻ്റെ വീട്ടിൽ ആരുമില്ല, ഞാൻ ആ റൂമിൻ്റെ അകത്ത് ഒറ്റയ്ക്കായിരിക്കും. അമ്മയും വർക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ മാതാവിനോട് പറയും, അമ്മ എന്നെ സഹായിക്കും, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് ലിറ്ററലി എല്ലാ ദിവസവും കരയുമായിരുന്നു. ഞാൻ ആഗ്രഹിക്കുമായിരുന്നു ഒരു പ്രോപ്പർ ഒരു മീൽ കരയാതെ കഴിക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിലെന്ന്. കാരണം ആ സമയങ്ങളിലൊക്കെ അത്രയും ആങ്സൈറ്റിയും ഫിയറും സ്ട്രെസ്സും ഒക്കെ ആയിരുന്നു. അത് ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി FMGs അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലാതെ ഒരു മനുഷ്യനോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും നിനക്ക് ഓൾറെഡി അറിയുന്നതല്ലേ, നീ 6 years പഠിച്ചൊരു വ്യക്തിയല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, നിനക്ക് ഓൾറെഡി എല്ലാം അറിയാം, നീ അവിടെ പോയിരുന്ന് അറ്റൻഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടായിരുന്നു എല്ലാവരും പറയുന്നത്. പക്ഷേ ആ അവസ്ഥ അതിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കും ആ സ്റ്റുഡൻസിനും മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം ലിമിറ്റഡ് സീറ്റ്സ് ആണ്. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ.
അപ്പം ഞാൻ അങ്ങനെ നാട്ടിലെ നവംബറിൽ കടന്നു വന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്തതെന്ന് പറയുന്നത് ഉടമ്പടി എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. എനിക്ക് വേറെ ഒന്നും, ഞാൻ എൻ്റെ വീട്ടിലൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ വരുന്ന ദിവസം പറഞ്ഞു ഞാൻ ഉടമ്പടി എടുക്കുകയാണ്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം, മാതാവ് എന്നെ ഹെൽപ്പ് ചെയ്യും, അതിൻ്റെ റൂൾസും കാര്യങ്ങളും എല്ലാം ഫോളോ ചെയ്യാൻ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവും, ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വന്ന് നവംബർ 17 ഇവിടെ ഉടമ്പടി എടുത്തു. ആൻഡ് ഉടമ്പടി എടുക്കാൻ വരുന്ന ദിവസം പോലും ചെറിയൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് സഫറിങ്ങിലൂടെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ നാട്ടിൽ വന്നതേ ഉള്ളൂ, എനിക്കത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഒന്നും അറിയത്തില്ല, എനിക്കിവിടെ ചെയ്തു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വിഷമിച്ച്, പക്ഷെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിൽ ഞാനതങ്ങ് മറന്നുപോയി. പക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്തൊക്കെ, മാതാവേ എൻ്റെ ഉടമ്പടി അമ്മ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൽ ഒരു ചെറിയ പ്രൂഫ് എനിക്ക് തരണം. ഇവൻ തോന്നുന്നു നമ്മളത് ചോദിക്കാൻ പാടില്ല, പക്ഷെ ഞാൻ ചോദിച്ചു, എൻ്റെ അമ്മയുടെ അടുത്തല്ല ഞാൻ ചോദിച്ചത്. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നു എനിക്ക് 9:30 ക്ലാസ് ഉണ്ടായിരുന്നു നൈറ്റ്. ഞാനത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഭയങ്കര ടയർഡായിരുന്നു. ഞാൻ ഉറങ്ങി എണ്ണിച്ചപ്പോഴായിരുന്നു ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ദൈവമേ മാതാവ് ഞാൻ എന്ത് വിഷയത്തിന്മേൽ വിഷമിച്ചിരുന്നു അത് ഞാൻ കൃപാസനത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ തന്നെ എനിക്കത് സോൾവ് ചെയ്ത് അമ്മ തന്നിരുന്നല്ലോ എന്നുള്ളത്. അതിനുശേഷം പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ വല്ലാതെ ഭയന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, എനിക്കിത് ഉടമ്പടിയുടെ റൂൾസൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമോ, ഞാൻ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്, എനിക്ക് പ്രേയേഴ്സും കാര്യങ്ങളും ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്, അതൊക്കെ പറ്റുമോ, ബൈബിൾ റീഡിങ് ഒത്തിരി. അപ്പം പക്ഷെ അതുപോലും കറക്റ്റായിട്ട് പെർഫെക്റ്റ് ടൈമിൽ എനിക്ക് വേണ്ടി അമ്മ മാതാവ് അത് അറേഞ്ച് ചെയ്ത് തന്ന് എല്ലാം ബ്യൂട്ടിഫുള്ളി അത് എനിക്ക് വേണ്ടി നടത്തി തന്നു. ആൻഡ് ഓൾസോ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഫിയറും ആങ്സൈറ്റിയും ഉള്ളൊരു പേഴ്സണാണ്. അപ്പം എനിക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അതാണ് മെയിനായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ തന്നെ ഉണ്ടായ കാരണം. പക്ഷേ അതുപോലും അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈ എക്സാമിനെ കുറിച്ച് വറി ചെയ്തിട്ടില്ല, ഭയന്നിട്ടില്ല. ഉണ്ടായാൽ പോലും മാതാവ് എനിക്ക് അതപ്പം തന്നെ ഞാൻ മറന്നുപോകും. എന്തെങ്കിലും മെമ്മറി ലോസ് ഉള്ളൊരു പേഴ്സണെ പോലെ ഞാൻ എക്സാമിനെ കുറിച്ച് മറന്നുപോയി. ഞാൻ പീസ്ഫുള്ളായിട്ട് എൻ്റെ മുന്നിൽ ഒത്തിരി ടൈമുണ്ട് എന്നുള്ള രീതി ഞാൻ പഠിക്കാൻ തുടങ്ങി. ആൻഡ് എൻ്റെ ആയപ്പോഴത്തേക്ക് റാപ്പിഡ് റിവിഷൻ ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കറിയാം എനിക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം. പക്ഷെ അന്നേരം എനിക്കൊരു ഭയം ഫീൽ ചെയ്തില്ല. എന്നിരുന്നാലും അത് ദൈവം ഹിതമായി നടക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. ആൻഡ് ഞാൻ മാതാവിനോട് ആ സമയത്തുള്ള പ്രേയേഴ്സിലും കാര്യങ്ങളിലും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനും തുടങ്ങി. അങ്ങനെ ഞാൻ അമ്മയോട് എൻ്റെ മനസ്സിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഞാനത് പുറത്ത് വാഗൊണ്ട് പോലും ആരുടെ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അതൊക്കെ മാതാവ് എനിക്ക് വേണ്ടി നടത്തി തന്നു. കുഞ്ഞു കുഞ്ഞു ഡിസൈർസ് ആയിരിക്കും, പക്ഷെ അത് നമുക്ക് വേണ്ടി അമ്മ അതെൻ്റെ കണ്ടറിഞ്ഞ് കർത്താവ് വഴി ചെയ്ത് തരുമ്പം നമുക്കത് സന്തോഷം ഫീൽ ചെയ്യും, എൻ്റെ കോൺഫിഡൻസ് കൂടി. ആൻഡ് ഓൾസോ നമുക്ക് മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറയാമേ എനിക്കൊരു അടയാളത്തിന് എനിക്ക് ഇത്ര മാർക്ക് ലഭോ ഒന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ. മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അത് ഭയങ്കര സില്ലിയായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അതിലൂടെ കടന്നു പോയതാണ്. അമ്മ ഞാൻ ഏത് മാർക്ക് പറയുന്നു അതിലുപരിയായി എനിക്ക് എപ്പോഴും തന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മാതാവേ എനിക്ക് ഈ ഒരു ഗ്രാൻഡ് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ആ ഒരു കോൺഫിഡൻസിൽ ആ ഒരു ലാഘവത്തിൽ എനിക്ക് പോയി എൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ധൈര്യമായിട്ട് അങ്ങനെ 12th ജാനുവരിയിലായിരുന്നു എക്സാം. ഞാൻ പോകുന്ന സമയത്തും യൂഷ്വലി എൻ്റെ എല്ലാ എക്സാമിനും എൻ്റെ മമ്മ എൻ്റെ കൂടെ വരും, ബ്ലെസ് ചെയ്യും, എന്നെ പ്രാർത്ഥിക്കും. അങ്ങനെ കൃപകളും എന്നെ എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട് സപ്പോർട്ടായിട്ട്. പക്ഷേ ഈ വട്ടം സിറ്റുവേഷനൊക്കെ അതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. മമ്മിക്ക് വരാൻ പറ്റിയില്ല, സെൻറ്ററും കുറച്ച് അധികം ദൂരെയായിരുന്നു. അങ്ങനെ നിന്നപ്പോൾ ഞാൻ വിഷമിച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് ഞാൻ ഉടമ്പടിയിലുള്ളൊരു പേഴ്സൺ അല്ലേ, ഞാൻ എന്തിനാ എത്ര ഭയപ്പെടുന്നത്? ബിക്കോസ് എൻ്റെ അമ്മ വന്നാലും ഗേറ്റിൻ്റെ അവിടെ വരെ മാക്സിമം എൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റും, പക്ഷേ ഞാനിപ്പോൾ പോകുന്നത് നിന്നെയും കൊണ്ടല്ലേ. എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്ന് ഒബ്വിയസ്ലി എൻ്റെ കൂടെ അവിടെ സെൻറ്ററിൽ ഹോളിൽ കയറി എനിക്ക് ആൻസർ പറഞ്ഞു തരാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അപ്പോൾ ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ FMGസിൻ്റെ തന്നെ ഇവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. കൂടെ വന്നു, കമ്പ്യൂട്ടർ സ്ക്രീനിൽ മാതാവ് കാണിച്ചു കൊടുത്ത് അവർ അറ്റൻഡ് ചെയ്തു. ഞാനവിടെ പോയി, എൻ്റെ ഫ്രണ്ട് കൂടെ ആയിരുന്നു പോയത്. ഞാൻ അവളോടും പറഞ്ഞു സ്ട്രോങ് ആയിട്ടിരിക്കും, നമുക്ക് പറ്റും, നമ്മൾ പാസ്സാവും, ക്ലിയർ ആകും. അങ്ങനെ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ ഫ്രണ്ടിനും അപ്ലൈ ചെയ്ത് കൊടുത്തു, പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ പോയി ഞാൻ ആക്ച്വലി കാശ് രൂപവും ക്യാരി ചെയ്തിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഹോളിൽ കയറിയപ്പോഴായിരുന്നു എനിക്ക് മനസ്സിലായത് ഇവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ഇവർ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ ഡ്രസ്സിലൊക്കെ ഉണ്ടാകുന്ന ചില വർക്കുകൾ പോലും അവർ ടേപ്പ് ഇട്ട് കവർ ചെയ്യുന്നുണ്ട്. ഹെയർ ബാൻഡ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഈവൻ ഒരു ബ്ലാക്ക് തിൻ ബാൻഡാണെങ്കിൽ ഇപ്പോൾ അവർ ഊരി വാങ്ങുന്നുണ്ട്. അപ്പം എനിക്ക് പേടിയായി. ഈവൻ പിടിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, പക്ഷേ പ്രശ്നത്തിനുപരി അവരെൻ്റെ കാശ് രൂപം തരുമോ, എടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ തിരിച്ച് തരുമോ, എനിക്ക് പിന്നെ അത് കിട്ടില്ലല്ലോ എന്നതായിരുന്നു എനിക്കപ്പം പോകുന്ന വഴിക്കൊക്കെ വറി ചെയ്തുകൊണ്ട്. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എന്ത് വന്നാലും അത് മാത്രം അവർ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കരുത്. ഞാൻ എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലായിരുന്നു അത് വെച്ചിരുന്നത്. ഞാനത് ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോയി. ലക്കിലി അവരത് പിടിച്ചില്ല. മാതാവ് അത് അവരുടെ കണ്ണിൽ നിന്ന് ഹൈഡ് ചെയ്തു. ഞാനത് അകത്ത് കയറി ഞാൻ സോൾട്ട് സ്പ്രിങ്കിൾ ചെയ്ത് പ്രാർത്ഥിച്ച് 6 സെക്ഷൻസ് ആണ് ടോട്ടൽ ഉള്ളത്. ഓരോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എഴുതിയപ്പോൾ ഒന്നും അത്രയും വലിയൊരു എക്സാമാണ്, ലൈഫിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് ഇത് എന്നുള്ളൊരു ഭയം. കാരണം അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചിലപ്പം ഞാൻ ഫെയിൻറ്റ് ചെയ്ത് പോകും, അതെനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു എക്സാം ആണെന്ന് ഒന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ എന്തോ വന്നു ചുമ്മാ ഇരുന്നൊരു എക്സാം പോലെ ഞാൻ പ്രാർത്ഥിച്ചു, ക്വസ്റ്റ്യൻസ് വായിച്ചു, ഞാനത് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി.
അപ്പോഴൊക്കെ എനിക്കൊന്നും അറിയില്ല, എങ്ങനെയാണോ എന്താണോ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്, ഓപ്ഷൻസൊക്കെ ചിലതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും, ചിലതായിട്ട് ഒന്നും അറിയില്ല. ഞാൻ എന്തോ വളരെ കാമായിട്ടിരുന്ന് അറ്റൻഡ് ചെയ്തു. എക്സാം എഴുതി പുറത്ത് വന്നു. എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒബ്വിയസ്ലി തിങ്ക് ചെയ്തുകൂടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ടഫായിരുന്നു. എന്നിട്ട് ഞാനും അവൾ വന്നിട്ട് പറഞ്ഞില്ല, ദൈവം നമ്മളെ കൈവിടില്ല, നമ്മൾ പാസ്സാകും, നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മളെ പ്രാർത്ഥിച്ചു. പുറത്തിറങ്ങുമ്പോഴൊക്കെ പിള്ളേർ വേറെ എക്സാംസിൻ്റെ വലിയ വലിയ കോമ്പറ്റേറ്റീവ് എക്സാംസ്, USMLE, പ്ലാബിൻ്റെ ഒക്കെ വലിയ വലിയ ഗൈഡും ഒക്കെ ആയിട്ട് വന്നിരുന്നു. അവരെല്ലാം റിവൈസ് ചെയ്യുന്നു, അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് നോക്കുന്നു. അതിനുശേഷം ഞങ്ങൾക്കുള്ള സെക്ഷൻസ് ഗൈനക്കോളജി ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി എന്നെ സംബന്ധിച്ച് ഞാൻ പേടിച്ച് പോകേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. എനിക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ തോന്നി. ഞാൻ ജസ്റ്റ് പ്രാർത്ഥിച്ചു. ചെറിയൊരു ഭയം ഫീൽ ചെയ്തു, പക്ഷേ അത് വളരെ നോർമലായിട്ട് ഞാൻ എടുത്തു. ഞാൻ സെക്കൻഡ് സെക്ഷനും പോയി അറ്റൻഡ് ചെയ്തു. ഞാൻ വന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനോടും പറഞ്ഞു പ്രാർത്ഥിക്കാം, നമ്മൾ പാസ്സാവും. അതിനുശേഷമുള്ള 1 വീക്കിൽ ഞാൻ ത്രൂ ഔട്ട് പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്കറിയാം നീ ഒരു ജസ്റ്റ് ഗോഡാണ്. കാരണം ചെറുപ്പം തൊട്ടേ നമ്മളോടൊക്കെ അതാ പറയുന്നത്, നീ അഡ്വാൻസ്ഡ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കറിയാം നീ ഒരു ജസ്റ്റ് ഗോഡാണ്. ഞാൻ ഒരു മനുഷ്യൻ്റെയും ഓപ്പർച്യൂണിറ്റി എനിക്ക് എടുത്ത് തരണമെന്ന് ഞാൻ പറയുന്നില്ല. നിനക്ക് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് വില്ലിങ് ആണെങ്കിൽ നീ എനിക്ക് തരണം. എനിക്ക് ഇനി ഒരു 6 months കൂടി ഇതിലൂടെ കടന്നു പോകാൻ പറ്റില്ല. 6 months എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. എല്ലാ ദിവസവും കരച്ചില്ല. എനിക്ക് വയ്യ കർത്താവേ, ആ 19 സബ്ജക്റ്റ് ഇനി ഒന്നുകൂടെ പഠിക്കാൻ എനിക്ക് ഇടവരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ അതിലുപരിയായി വേറെ കാര്യങ്ങളിലൊക്കെ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. പിന്നീട് എൻ്റെ മനസ്സിൽ ഞാൻ ഫൈനലി അഡാപ്റ്റ് ചെയ്തു. ഓക്കെ, ഇവൻ ദോ ഇപ്പം ഞാൻ ഫെയിലായാൽ അത് മേ ബി ഞാൻ PGക്കും കൂടെ വേണ്ടുന്ന രീതിയിൽ നന്നായി പഠിക്കാൻ വേണ്ടി ദൈവം തരുന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ലൈക്ക് ഫാമിലീസിലൊക്കെ വിളിക്കുമ്പോൾ കോൾ വരുമ്പോഴും എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ പറയും, ഇല്ല അവൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, അവൾ ഉടമ്പടി എടുത്തൊരു പേഴ്സണാണ്, അവൾ പാസ്സാവും, പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഒരു നിമിഷം അത്ഭുതപ്പെടും. ദൈവമേ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാൻ കാരണം എൻ്റെ കുടുംബത്തിലുള്ള ആരുടെയും വിശ്വാസം നീ കളയല്ലേ, ഞാൻ പഠിക്കാഞ്ഞിട്ടല്ലേ എന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു. പക്ഷേ റിസൾട്ട് കഴിഞ്ഞ സൺഡേ വന്നു. ഒരു 1 വീക്ക് കിട്ടിയുള്ളൂ. ആ 1 വീക്ക് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ദൈവത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. ആ 1 വീക്കിൽ റിസൾട്ട് വന്നു. ഒരു നൈറ്റിലായിരുന്നു. അവർ ഒന്നും പറഞ്ഞില്ല, പെട്ടെന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്തു. 150 നമുക്ക് പാസ്സാവാൻ വേണ്ടുന്ന മാർക്ക്. അതിലുപരിയായി തന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു മാർക്ക് തന്നു മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ആ എക്സാം ക്ലിയർ ചെയ്തു. ആൻഡ് ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികളെന്നൊക്കെ പറയുമ്പം എനിക്ക് ഒരുപാട് ചെയ്യാനായിട്ട് സത്യസന്ധം പറഞ്ഞാൽ സമയം ഉണ്ടായിരുന്നില്ല. 1 month മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എക്സാമിന്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, അതാവേ എൻ്റെ മുന്നിൽ ആവശ്യമുള്ളവരെ നീ കൊണ്ടുതരണം. ഞാൻ അധികം പുറത്തിറങ്ങുന്നില്ലായിരുന്നു. പള്ളി പോകാനും മാത്രമായിരുന്നു ഞാൻ ആകെ വീടിൻ്റെ പുറത്ത് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു, അമ്മേ എനിക്ക് ആരെങ്കിലുമൊക്കെ എൻ്റെ മുന്നിൽ ആവശ്യക്കാരെ കൊണ്ടുതരണം. അങ്ങനെ മാതാവ് തരുന്നവർക്കെല്ലാം ഞാൻ എൻ്റെ കയ്യിലുള്ളതിൻ്റെ ഒരു പങ്ക് മടിയില്ലാതെ കൊടുത്തിരുന്നു. ആൻഡ് ഓൾസോ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മുന്നിൽ ഞാനത് ചലഞ്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ഞാൻ പള്ളിയിലേ പോകുള്ളൂ. അവിടെ മാത്രം കൊടുക്കാൻ എനിക്ക് എന്തോ, കാരണം അവിടെ എല്ലാവർക്കും അറിയാം, കൃപാസനത്തിനെ കുറിച്ച് അറിയാം, ദൈവത്തെക്കുറിച്ച് അറിയാം. അറിയാത്ത ആളുകളിൽ എത്തിക്കണമെന്ന്. കാരണം ഞാൻ ഒരുപാട് വേറെ ആൾക്കാരുടെ സാക്ഷ്യം കേൾക്കുമ്പം അവരൊക്കെ അത്രയും എഫേർട്ട് ഇട്ടാണ് പത്രമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് അത്ര ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അമ്മ എൻ്റെ കയ്യിലുള്ള ആ പേപ്പർ മൊത്തം എനിക്ക് എക്സാമിന് കയറുന്നതിന് മുമ്പ് കൊടുത്തു തീർക്കണം. അതും ദൈവത്തെ അറിയാത്തവരിൽ എനിക്കിത് പറഞ്ഞ് കൃപാസനമാണ്, ഇങ്ങനെ ഒരു ചേർച്ചാണ്, എല്ലാം പറഞ്ഞ് എനിക്ക് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അതും മാതാവ് ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പായി മുഴുവൻ പത്രവും എൻ്റെ ആഗ്രഹം ഞാൻ എങ്ങനെയാണോ മനസ്സിൽ ആഗ്രഹിച്ചത് അതുപോലെ സകല മനുഷ്യർക്കും പറഞ്ഞ് വ്യക്തതയോടെ നിന്ന് കൊടുക്കാനും. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, മോളെ കൃപാസനത്തിലെ പേപ്പറാണോ എന്ന് എനിക്കൊന്ന് തരുമോ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവരുണ്ട്. ആരുടെയും ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് വിഷമം ഉണ്ടാക്കുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. സന്തോഷത്തോടെ ദൈവത്തിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു കൊടുക്കുവാൻ പറ്റി. ഇത്രയും കൃപകൾ എനിക്ക് തന്ന ദൈവമാതാവിനും കർത്താവിനും 1000 നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ 2 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. ദൈവം തൻ്റെ ജീവിതത്തിൽ രക്ഷയായ അനുഭവമാണ് അനീറ്റ ആൻബിനു നമ്മുടെ മുൻപിൽ അനുഭവ സാക്ഷ്യത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പങ്കുവയ്ക്കുന്നത്. താൻ MBBS കഴിഞ്ഞ ഒരു മകളാണ്. അപ്പോൾ ഇന്ത്യയിലെ ലൈസൻസ് എക്സാം രജിസ്ട്രേഷൻ്റെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് എക്സാമിന് രജിസ്ട്രേഷൻ വേണം. അപ്പോൾ അതിനാണ് FMG എക്സാം. ഇവിടെ ഫോറിനിൽ പഠിച്ചു വന്ന മക്കളൊക്കെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഈ എക്സാമിൻ്റെ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ തനിക്ക് തൻ്റെ ജീവിതത്തിൽ എങ്ങനെ തനിക്ക് ഉടമ്പടിയിലേക്ക് വരുവാനായിട്ട് തന്നെ എങ്ങനെയാണ് തനിക്ക് സാഹചര്യങ്ങൾ ഒരുങ്ങിയത്. കുടുംബത്തിലെല്ലാവരും തന്നെ ഉടമ്പടി എടുത്തവരാണ്. എന്നാൽ തനിക്കതിൻ്റെ നിബന്ധനകളൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നീട് സ്വയം വന്ന് ഉടമ്പടി എടുക്കുന്നു.
അതുവരെയും തനിക്കുണ്ടായിരുന്ന ഒരു ഫിയർ, അകാരണമായ ഭയം, അത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. അതാണ് ഉടമ്പടിയിൽ നമുക്ക് കിട്ടുന്ന ഉറപ്പ്, ദൈവത്തിൻ്റെ സംരക്ഷണം. നമുക്ക് ചുറ്റും കർത്താവിൻ്റെ ദൂതൻ കോട്ട കെട്ടി കർത്താവ് സംരക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവമുണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യം ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നു. അങ്ങനെ അനീറ്റയ്ക്ക് പിന്നീട് പരീക്ഷ എന്ന് പറയുന്നതിൻ്റെ ഒരു ഭയമോ അല്ലെങ്കിൽ അതും വരെയും താൻ ഒത്തിരിയേറെ സ്ട്രഗിൾ ചെയ്തിരുന്നു. തനിക്ക് വ്യക്തികളെ അഭിമുഖീകരിക്കാൻ തന്നെ പ്രയാസമായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ പെട്ടെന്ന് കരയും. ഇത് തന്നെ കൊണ്ടാവില്ല. 19 സബ്ജക്ട്സ് ആണുള്ളത്. പിന്നെ വീണ്ടും അതിൻ്റെ ആയിട്ട് സബ്ജക്ട്സൊക്കെ വരും. ഇതൊക്കെ ഈ മകൾ പറയുമ്പോൾ തൻ്റെ മമ്മി എടുത്ത ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടിയിരുന്ന സംരക്ഷണവും അങ്ങനെ താനൊരു പെൻഡൻറ്റുമായിട്ട് പോയി, മരിയൻ പെൻഡൻറ്റ്, അത് തൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ താൻ എങ്ങനെയാണ് തൻ്റെ 4th ഇയർ വരെയൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. ഗോൾഡ് മെഡൽ സ്റ്റുഡൻ്റാണ് 4th ഇയറിൽ. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അങ്ങനെ പഠിച്ചിറങ്ങിയ മകളാണ്. എന്നാൽ തൻ്റെ രജിസ്ട്രേഷൻ എക്സാമിൻ്റെ കാര്യം വന്നപ്പോൾ ആകെ തകർന്നു പോകുന്ന അവസ്ഥ, തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് പിന്നീട് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം തനിക്ക് കിട്ടി. അതുകൊണ്ടാണ് ഭാരലഘുത്വം എന്ന് പറയുക. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളിലൊന്നാണ് ഭാരലഘുത്വം. തനിക്ക് അതുവരെയും വളരെ വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട്, എടുത്താൽ പൊങ്ങാത്ത ഒരു ഭാരമായിട്ട് തനിക്ക് തോന്നിയിരുന്നത് തനിക്ക് ആ എക്സാം, അതുപോലെ എക്സാമിൻ്റെ മുമ്പുള്ള ദിവസങ്ങൾ, അതൊക്കെ വളരെ ലൈറ്റ് വെയ്റ്റായിട്ട് തനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ യാതൊരു എക്സാം എന്താണ് എഴുതിയെന്ന് തനിക്ക് അറിയില്ല. താൻ പഠിച്ചതൊന്നുമല്ല താൻ എഴുതിയത്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ കാഴ്ചരൂപം കയ്യിലുണ്ട്. അമ്മ, എൻ്റെ സ്വന്തം അമ്മ ഗേറ്റിൻ്റെ അവിടെ വരെ വരികയുള്ളൂ. എന്നാൽ എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ പരീക്ഷാ ഹാളിൽ വരെ വരാൻ കഴിയുന്ന അമ്മയാണ്. യുവാക്കളൊക്കെ എങ്ങനെയാണ് അമ്മയെ കാണുന്നത്? അവരെ അവരുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുകയാണ്. ഒത്തിരിയേറെ സംസാരിക്കുന്നു മാതാവുമായിട്ട്. ഈ ഒരു വ്യക്തിബന്ധം, അതിലുള്ള ആഴപ്പെടൽ, അതൊക്കെയാണ് ഈ മക്കൾക്ക് പിന്നീട് കൃപയായിട്ട് വരിക. അങ്ങനെ തൻ്റെ റിസൾട്ട് 1 വീക്കിനുള്ളിൽ വരികയും തനിക്ക് നല്ല ഒരു പെർസെൻറ്റേജ് തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകി അനുഗ്രഹിച്ചു. കൃപാസന പത്രം കൊടുക്കുവാനും അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ താൻ ഇപ്പോഴും ഉടമ്പടി എടുത്ത് 3 മാസം പൂർത്തിയായിട്ടില്ല. അപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ തനിക്ക് ഈശോയിലേക്ക് കൂടുതൽ ആഴപ്പെടുവാനും അടുക്കുവാനും സാധിച്ചു. ഇനി തൻ്റെ ഉടമ്പടി ജീവിതം, കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ താൻ ചെയ്യണം. ആ ഒരു ബോധ്യത്തോടെയാണ് അനീറ്റ ഇപ്പോൾ നമ്മോട് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുക. അതുകൊണ്ട് തന്നെയാണ് തിരുവചനം പറയുക, കർത്താവാണ് ദൈവമായ ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. അങ്ങനെ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് യുവാക്കളൊക്കെ ഇന്ന് കൃപാസനത്തിലൂടെ അമ്മയിലേക്കും ഈശോയിലേക്കും അടുക്കുമ്പോൾ നമുക്ക് നന്ദിയുള്ളവരാകാം. സന്തോഷത്തോടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.